പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിന് ഇരിക്കുന്ന വാർത്ത വന്നത് മുതൽ തന്നെ പല രീതിയിലുള്ള വിമർശനങ്ങൾ അതിനെതിരെ ഉയരുന്നു. പ്രതിപക്ഷ പാർട്ടികളുടെ ആശങ്കകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്വാഭാവികമായും അന്ന് വിവേകാനന്ദ പാറയിലെ മോദിയിലേക്കായിരിക്കും ലോകത്തെമ്പാടുമുള്ള മാധ്യമ ശ്രദ്ധ തിരിയുന്നത്. ഇതുതന്നെയാണ് പ്രതിപക്ഷത്തെ ഭയപ്പെടുന്നത്. കാരണം തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമാണ് ജൂൺ 1. ഇതിനു മുൻപ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെയായിരുന്നു കേദാർനാഥിൽ പ്രധാനമന്ത്രി 15 മണിക്കൂർ ചെലവഴിച്ച അവസാന ദിവസമായിരുന്നു. ഇത്തവണ വിവേകാനന്ദ പാറയിലാണ്. ഈ വിവേകാനന്ദ പാറ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്ന് ചോദിക്കുന്ന ആളുകളും ഇതൊരു നാടകമാണെന്ന് പറയുന്നവരും, ഒപ്പം തമിഴ്നാടിനെ ലക്ഷ്യം വെച്ചാണ് വിവേകാനന്ദ പാറയിൽ അദ്ദേഹം എത്തുന്നു എന്ന് പറയുന്നവരുടെ എണ്ണം ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് അങ്ങനെ ഉള്ള പലതരത്തിലുള്ള ഒരു കമൻറ്റുകളും കാര്യങ്ങളും മറ്റും വരുന്നു. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുകൊണ്ട് വിവേകാനന്ദ പാറ തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്പം ചരിത്രം അദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം മോദിയെ നമുക്ക് ട്രോളാം, ഇല്ലെങ്കിൽ അദ്ദേഹത്തെ എതിർക്കാം, അതിലൊന്നും യാതൊരു എതിർപ്പും ഈ രാജ്യത്ത് ആരും ഉയർത്തുന്നില്ല. പകരം ഒരാളെ നമ്മൾ ട്രോളുമ്പോൾ ഇല്ലെങ്കിൽ ഒരാളെ നമ്മൾ കളിയാക്കുമ്പോൾ കുറഞ്ഞ പക്ഷം അയാൾ എന്താണെന്ന് കൂടി നാം അറിഞ്ഞിരിക്കണം. ഇല്ല എങ്കിൽ വിഡ്ഢികളാകുന്നത് നമ്മൾ തന്നെയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവേകാനന്ദനെ ഹൈലൈറ്റ് ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലെ തിരഞ്ഞെടുപ്പ് കണ്ടിട്ടല്ല, ഇല്ലെങ്കിൽ കന്യാകുമാരി തിരഞ്ഞെടുത്തത് ഈ തമിഴ്നാട്ടിലെ സീറ്റെണ്ണം കൂട്ടാനുമല്ല. പകരം ഈ വിവേകാനന്ദനും നരേന്ദ്രമോദിയുമൊക്കെ അദ്ദേഹത്തിൻ്റെ പൊതുജീവിതം ആരംഭിക്കുന്നത് കൊൽക്കത്തയിലെ ബേലൂരിലെ ശ്രീരാമകൃഷ്ണ മിഷൻ്റെ ആശ്രമത്തിൽ നിന്നാണ്. രണ്ടും അതിന് സാദൃശ്യമുണ്ട്. വിവേകാനന്ദ സ്വാമികൾ ഈ ബേലൂര് ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ ശിഷ്യനായി എത്തുകയും വിവേകാനന്ദനോട് ശ്രീരാമകൃഷ്ണ സ്വാമികൾ പറഞ്ഞത്, താങ്കളുടെ നിയോഗം ഇവിടെ സന്യാസിയായി ഇവിടെ ജീവിക്കുക എന്നുള്ളതല്ല, താങ്കൾക്കായി അനവധി പേർ കാത്തിരിക്കുന്നു, തെക്കോട്ട് യാത്രയാകുക, അവിടെ സ്വീകരിക്കാനായി താങ്കൾക്ക് സ്വീകരണമൊരുക്കി ഒരു വലിയ ജനത കാത്തിരിക്കുന്നു. പറഞ്ഞതുപോലെ തെക്കോട്ട് യാത്ര ആരംഭിച്ച സ്വാമി വിവേകാനന്ദനെ മൈസൂർ രാജാവും സംഘവും സ്വീകരിക്കുകയും വേണ്ട കാര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. പിന്നീട് ഇപ്പോഴത്തെ വിവേകാനന്ദ പാറയിൽ എത്തി ധ്യാനം നടത്തിയ ശേഷം പിന്നീട് ലോകം കീഴടക്കുന്ന വിവേകാനന്ദനെയാണ് നാം കണ്ടത്. അദ്ദേഹത്തിലൂടെയാണ് ഇന്ത്യ എന്നൊരു രാജ്യമുണ്ടെന്ന് ലോകത്തിന് മനസ്സിലായതും. ഏതായാലും അതിനുശേഷം പിന്നീട് ആ ആശ്രമത്തിലെത്തിയ ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദി. അതിനുശേഷം അനവധി പേർ എത്തിയിട്ടുണ്ട്. പക്ഷേ നരേന്ദ്രമോദിയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ സന്യാസിയാകുവാൻ വേണ്ടിയിട്ട് ഈ ബേലൂർ ആശ്രമത്തിൽ ഈ പറയുന്ന വിവേകാനന്ദനിൽ ആകൃഷ്ടനായിക്കൊണ്ട് വിവേകാനന്ദൻ്റെ ആരാധകനാണ് താനെന്ന് പലവട്ടം പറഞ്ഞിട്ടുള്ള പ്രധാനമന്ത്രി മുൻകാലങ്ങൾ അദ്ദേഹം RSSൽ മറ്റും ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഈ ബേലൂർ ആശ്രമത്തിൽ എത്തിയിരുന്നു. ആശ്രമത്തിലെത്തി അദ്ദേഹം തൻ്റെ ആഗ്രഹം, തനിക്ക് സന്യാസം സ്വീകരിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ അവിടുത്തെ മഠത്തിൻ്റെ അധിപൻ പറഞ്ഞത് ആത്മസ്ഥാനാനന്ദ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആത്മസ്ഥാനാനന്ദ പ്രധാനമന്ത്രിയോട് പറഞ്ഞത്, അന്ന് പ്രധാനമന്ത്രിയല്ല വെറും നരേന്ദ്രമോദിയാണ്, അദ്ദേഹത്തോട് പറഞ്ഞത്, താങ്കളുടെ ദൗത്യം ഈ ജനതയെ രക്ഷിക്കുക, ഇല്ലെങ്കിൽ ഈ ജനതയുടെ സേവകനായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. കാരണം സന്യാസി യോഗമല്ല താങ്കൾക്ക് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. താങ്കൾ സന്യാസി ആകേണ്ട വ്യക്തിയല്ല, പകരം താങ്കൾ തിരിച്ചു പോവുക. കാരണം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി താങ്കൾ പ്രവർത്തിക്കുക. കാരണം നിശ്ചയമായും ഈ രാജ്യം ഭരിക്കേണ്ട വ്യക്തിയാണ് താങ്കൾ എന്നാണ് പറഞ്ഞത്. നിരാശനായിട്ടാണ് നരേന്ദ്രമോദി മടങ്ങിയത്. അദ്ദേഹം മടങ്ങി ഗുജറാത്തിൽ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തുമ്പോൾ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള RSSൻ്റെ നേതാക്കൾ അദ്ദേഹത്തെ കാത്ത വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. അവിടെ നിന്നാണ് പിന്നീട് RSSലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നതും പിന്നീട് ഈ കാണുന്ന വളർച്ചയൊക്കെ ഉണ്ടായതും. സ്വാമി വിവേകാനന്ദനോട് അദ്ദേഹത്തിൻ്റെ ഗുരുവായ ഈ ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞത്, തെക്കോട്ട് യാത്രയാവും, നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ജനമെന്ന് പറഞ്ഞു മൈസൂർ രാജാവ് കാത്തിരുന്നത് പോലെ ഈ ഗുജറാത്തിൽ ഇങ്ങനെയായിരുന്നു. ഇത് സാദൃശ്യമുണ്ടാകും. രണ്ട് കാലഘട്ടത്തിലാണെങ്കിൽ പോലും അനവധി സാദൃശ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. ശാരദാദേവിയുടെ കാൽതൊട്ട് വന്നിച്ച് തെക്കോട്ട് യാത്രയായ വിവേകാനന്ദൻ ലോകം കീഴടക്കി തിരിച്ചു വരുമ്പോൾ ഇന്ന് കാണുന്ന സോഷ്യൽ മീഡിയ അന്നുണ്ടായിരുന്നില്ല. എന്നിട്ടും ഇന്ത്യയുടെ ശബ്ദം ലോകത്തിൻ്റെ ചെവികളിൽ എത്തിച്ചു, മനസ്സ് നിറച്ചു. ഇന്നെല്ലാ ആധുനിക സൗകര്യത്തിലും പുതിയൊരു നരേന്ദ്രൻ തെക്കോട്ട് യാത്ര തിരിച്ച് ആ വിവേകാനന്ദൻ ഇരുന്ന പാറയിൽ തന്നെ ഇരുന്ന് വീണ്ടും ധ്യാനം കൂടുമ്പോൾ വ്യക്തവും ആയ ഒരു ലക്ഷ്യം അദ്ദേഹത്തിനുണ്ട്. കാരണം ഭാവി ഇന്ത്യയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സ്വപ്നം കൊണ്ടും അതിനെക്കുറിച്ച് പറഞ്ഞതുമായൊരു വ്യക്തിയായിരുന്നു സ്വാമി വിവേകാനന്ദൻ. അവിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനത്തിനായി തിരഞ്ഞെടുത്തത്. സ്വാഭാവികമാണ് ഈ മീഡിയ അവിടെ വരും, ലൈവ് ചെയ്യും. സ്വാഭാവികമായി എല്ലാ മാധ്യമങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം
പണം നേടുക എന്നുള്ളത് തന്നെയാണ്. കാരണം പണമില്ല എങ്കിൽ നമുക്ക് മാധ്യമം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം കൊടുക്കാനുണ്ട്, അനവധി ടെക്നിക്കൽ ആയിട്ട് അനവധി പണം മുടക്കേണ്ടതായിട്ടുണ്ട്, യാത്രാ ചെലവുകളുണ്ട്. അങ്ങനെ ഒരു ദിവസം തന്നെ വലിയ തുകകൾ തന്നെയാണ് എല്ലാ മാധ്യമങ്ങളും ചെലവഴിക്കുന്നത്. അപ്പോൾ എന്താണ് ആ മാധ്യമങ്ങൾ ലാഭത്തിലാക്കാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ കൂടുതൽ വായനക്കാരിലേക്ക് എത്തണം, ഇല്ലെങ്കിൽ കൂടുതൽ കാഴ്ചക്കാരിലേക്ക് എത്തണം. കൂടുതൽ കാഴ്ചക്കാരിലെയും വായനക്കാരിലേക്ക് എത്തണം എങ്കിൽ അതുപോലെയുള്ള വാർത്തകൾ വേണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിടാതെ മാധ്യമങ്ങൾ പിന്തുടരുന്നതും അദ്ദേഹത്തിനുള്ള ജനപിന്തുണ കണ്ടു തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കന്യാകുമാരിയിലിരിക്കുന്ന അത്രയും സമയവും എല്ലാ മീഡിയയും അവിടെ തന്നെ ഉണ്ടാകും. അതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒരുപാട് കായ്ഫലമുള്ള മാവിലെ ആളുകൾ കല്ലെറിയൂ എന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്കറിയാം എന്തുകൊണ്ടാണ് ഈ സെലിബ്രിറ്റികളുടെ പുറകിലും മറ്റുമൊക്കെ, സിനിമാ താരങ്ങളുടെ പുറകിലും മറ്റുമൊക്കെ മൊബൈലുമായിട്ടുമൊക്കെ ആളുകൾ തിക്കിത്തിരക്കുന്നതും വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും അനവധി ഓൺലൈനിൽ അവരുടെ ഗർഭകാലം തൊട്ട് പ്രസവം വരെയുള്ള വാർത്തകൾ ദിനം കൊടുക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് റീച്ച് ഉള്ളതുകൊണ്ടാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാർത്തയ്ക്ക് ഇന്ത്യയിൽ മാത്രമല്ല, ഒരുപക്ഷെ നടീനടന്മാരുടെയൊക്കെ വാർത്തകൾക്ക് അതായത് പ്രാദേശിക തലത്തിലുള്ള റീച്ചാണെങ്കിൽ ഇത് ലോകം മുഴുവൻ റീച്ച് കിട്ടുന്ന ഒരു വാർത്തയാണ്. അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ പോകുന്നത്, അല്ലാതെ മോദി വിളിച്ചുകൊണ്ട് പോകുന്നതല്ല. അങ്ങനെയെങ്കിൽ 2014 അദ്ദേഹം പ്രധാനമന്ത്രി അധികാരമേൽക്കുമ്പോൾ അതുവരെ 44 മാധ്യമങ്ങളെയും മാധ്യമ തലവന്മാരെയും അവരുടെ ക്യാമറാമാരെയും കെട്ടിപ്പൊക്കി കൂട്ടിക്കെട്ടി അമേരിക്കയിലും പോകുന്നിടത്തങ്ങളിലെല്ലാം കൊണ്ടുപോയിക്കൊണ്ടിരുന്ന UPA സർക്കാരിൻ്റെ നയത്തിൽ നിന്ന് നേരെ ഘടകവിരുദ്ധമായി ദൂരദർശൻ്റെ ഒരൊറ്റ ടീമിനെ വെച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകമെമ്പാടുമുള്ള പര്യടനത്തിന് പോകുന്നത്. അതിൻ്റെ നിരാശയിൽ നിന്നാണ് മോദിക്കെതിരെ ആദ്യമായി മാധ്യമപ്രവർത്തകരുടെ നിന്നും നെഗറ്റീവ് വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങി. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാധ്യമങ്ങളെ വിളിച്ച് കന്യാകുമാരി കൊണ്ടിരുത്തി ഫോട്ടോഷൂട്ട് നടത്തേണ്ട ആവശ്യം ഉണ്ട് എന്ന് ആരും ചിന്തിക്കില്ല. ഏതായാലും അദ്ദേഹം പോകുമ്പോൾ സ്വാഭാവികമായി മീഡിയ അറ്റൻഷൻ അവിടെ ഉണ്ടാകും. ആ മീഡിയ അറ്റൻഷൻ കണ്ട് ഭയന്നിട്ടാണ് കോൺഗ്രസ് ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചതും അതിന് അനുമതി നൽകരുത് എന്ന് പറയുന്നത്. കാരണം ഇവിടെ അത് അദ്ദേഹത്തിന് സ്വകാര്യമായ ഒരു കാര്യമാണ്. അതിനെ തടയാൻ ഇലക്ഷൻ കമ്മീഷൻ എന്നല്ല ആർക്കും കഴിയില്ല. കാരണം ധ്യാനത്തിലൂടെ ഉയർന്നു വന്നൊരു രാജ്യം, അതിലൂടെ കടന്നു പോകുന്നൊരു രാജ്യം, അതിലൂടെ ഇനിയും യുഗാന്തരങ്ങളോളം കടന്നു പോകേണ്ട ഒരു രാജ്യം കൂടിയാണിത്. അതിനെ തടയിടാനോ തകർക്കാനോ ഒരു കമ്മീഷനും കഴിയില്ല, ആർക്കും കഴിയില്ല. ഏതായാലും കേദാർനാഥിന് സമാനമായി തന്നെ വിവേകാനന്ദ പാറയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബന്ധം എന്തുകൊണ്ട് വിവേകാനന്ദ പാറ തിരഞ്ഞെടുത്തു, ഇല്ലെങ്കിൽ വിവേകാനന്ദനുമായിട്ട് എന്ത് ബന്ധം എന്നുള്ളത് ഒന്ന് ചെറുതായി സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ചെറിയ ഏഡ് ഇവിടെ പറഞ്ഞു. ഇത് പക്ഷേ എൻ്റേതായ ഒരു വേർഷൻ ആകാം, ഇല്ലെങ്കിൽ എൻ്റേതായ ഒരു ഇതിന് അപ്പുറത്തേക്ക് അനവധി മാനങ്ങളുണ്ടാകാം. ഒരുപക്ഷെ ഈ നേരത്തെ പറഞ്ഞതുപോലെ തമിഴ്നാടിനെ ലക്ഷ്യം വെച്ചാകാം, ഇല്ലെങ്കിൽ ബംഗാളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടാകാം, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടാകാം. അതിൽ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കാം, ഇല്ല. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ്. കാരണം വിവേകാനന്ദനും നരേന്ദ്രനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. കാരണം ആ രണ്ട് കാലഘട്ടത്തിലായിരുന്നെങ്കിൽ പോലും അവരുടെ രണ്ടുപേരുടെയും ജീവിതം തുടങ്ങിയത് ഈ കൊൽക്കത്തയിലെ ബേലൂർ ആശ്രമത്തിൽ നിന്നായിരുന്നു. രണ്ടുപേരോടും അവരുടെ മഠത്തിൻ്റെ അധിപൻ പറഞ്ഞത് ഒരാളോട് യാത്ര ചെയ്യൂ, നിങ്ങൾക്കായി ജനം കാത്തിരിക്കുന്നു. സമാനമായി തന്നെയാണ് നരേന്ദ്രമോദിയോടും പറഞ്ഞത്. അദ്ദേഹം അങ്ങനെ തന്നെ പോയി ഇപ്പോൾ ഇന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി മാറിയിരിക്കുന്നു. ഏതായാലും ഇതാണ് ഇതിൻ്റെ ഒരു അതായത് നമ്മളൊരാളെ ട്രോളുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു ബേസ് അറിഞ്ഞിരിക്കണം. അയാൾ എന്താണ്, ഇല്ലെങ്കിൽ അയാളുടെ പൂർവ്വകാല ചരിത്രം എന്താണ് എന്നറിഞ്ഞിരിക്കണം. ഇല്ലായെങ്കിൽ നമ്മൾ വെറുതെ നാറും. ഇതൊക്കെ വേണമെങ്കിൽ ആരെങ്കിലുമൊക്കെ എഴുതി വാർത്തയാക്കുകയും പോസ്റ്റാക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പേരിൽ ഈ ട്രോളുന്നവരെ തിരിച്ചു ട്രോളാനും ആളുണ്ടാകും. ഏതായാലും ഇത് നമുക്ക് കിട്ടിയ ഒരു ചെറിയ അറിവിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് നരേന്ദ്രമോദി വിവേകാനന്ദൻ്റെ ദർശനങ്ങളിലും ഇല്ലെങ്കിൽ വിവേകാനന്ദൻ്റെ പേര് വോട്ടിന് വേണ്ടിയിട്ടാണോ ഉപയോഗിക്കുന്നത്, അതോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നത് കൊണ്ടാണോ എന്ന്. ഏതായാലും ഈ വാർത്ത കേട്ടവർക്ക് മനസ്സിലാകും വിവേകാനന്ദനും നരേന്ദ്രനും തമ്മിലുള്ള ബന്ധം. ഇതിനാണ് ന്യൂസ് നമ്പർ പോയിൻ്റ്. നന്ദി, നമസ്കാരം.